പുലർച്ചെ 7:30 നാഴിക ബാക്കിയുള്ളപ്പോൾ ക്ഷേത്രമുറ്റത്ത് മുഴങ്ങിയ പെരുമ്പറ വരാനിരിക്കുന്ന വലിയൊരു ചടങ്ങിന്റെ വിളംബരമായി. ഉച്ചയോടെ 7 തവണ പെരുമ്പറ മുഴങ്ങിയതോടെ ബാല്യക്കാർ ക്ഷേത്രത്തിൽ ഇലഞ്ഞിമരച്ചുവട്ടിൽ ഒത്തുകൂടി. കൈകളിൽ ചൂരൽവടിയും വലയുമായി ബാല്യക്കാർ തയ്യാറെടുത്തു. സ്ഥാനികർ ബാല്യക്കാരെ മഞ്ഞൾ കുറിയെറിഞ്ഞ് യാത്രയച്ചതോടെയാണ് മീനമൃത് യാത്രയ്ക്ക് തുടക്കമായത്. നട്ടുച്ച നേരത്തെ കഠിനമായ വെയിലിനെ അവഗണിച്ചായിരുന്നു ബാല്യക്കാരുടെ യാത്ര. നഗ്നപാതരായി 3 കിലോമീറ്ററിലധികം ദൂരം താണ്ടി ഇവർ കവ്വായിപ്പുഴയുടെ തീരത്തെത്തി. തുടർന്ന് പുഴ നീന്തിക്കടന്ന മടപ്പള്ളി താഴത്തെ മീനമൃത് കടവിൽ പ്രവേശിച്ചു. ദേവിക്ക് സമർപ്പിക്കാനുള്ള മത്സ്യത്തെ പിടിക്കാൻ കിലോമീറ്ററുകൾ താണ്ടുന്ന ബാല്യക്കാർക്ക് കരുത്താകുന്നത് അചഞ്ചലമായ വിശ്വാസം മാത്രമാണ്. ആചാരപ്രകാരം കൃത്യം 21 കോവ മത്സ്യങ്ങളെയാണ് പുഴയിൽ നിന്ന് പിടിക്കേണ്ടത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വിളിച്ചോതുന്ന ഈ ചടങ്ങ് പൂർത്തിയാക്കി ബാല്യക്കാർ തിരികെ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ഈ ഉത്സവം ഇതൊരു ജലദുർഗയുടെ ഉത്സവമായിട്ടാണ് മാറ്റൊലികൊള്ളുന്നത്. ഈ മീനമൃത് ഉത്സവത്തിൻ്റെ നാൾ വഴി എന്ന് പറഞ്ഞാൽ 5-ാമത്തെ ദിവസം ആഘോഷിക്കുന്ന ഈ ഉത്സവത്തിൽ പയ്യന്നൂർ അഷ്ടമിച്ചാൽ ഭഗവതി ഊർബലി തമ്പുരാട്ടി തെയ്യം അടക്കമുള്ള തെയ്യങ്ങൾ ഇന്ന് രാത്രി 12 മണിയോട് കൂടിയിട്ട് അരങ്ങിലെത്തുകയാണ്. ഈ ഉത്സവത്തിൽ പിടിക്കുന്ന മീൻ ഇത് യഥാർത്ഥത്തിൽ ദേവിയുടെ ഉപാസനാമൂർത്തികളായിട്ടുള്ള ഭഗവതിമാർക്ക് ഹോമിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ അതിനായി ഇന്ന് സമുദായത്തിലെ മുഴുവൻ ആളുകളും ഈ കവ്വായിയുടെ തീരത്ത് വന്ന് കവ്വായി ഉൾക്കടൽ വന്ന് അതുപോലെ ഇതിൻ്റെ ആറിൽ വന്ന് കൊയ്തെടുക്കുന്ന മത്സ്യം ഭഗവതിക്ക് നേർച്ചയായി സമർപ്പിക്കുന്ന ഒരു വലിയ ഉത്സവമാണ് മീനമൃത് മഹോത്സവം. സന്ധ്യയോടെ മത്സ്യവുമായി എത്തുന്ന ബാല്യക്കാരെ വൻ ജനസഞ്ചയം ഭക്തിപൂർവ്വം സ്വീകരിക്കുന്നു. പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യങ്ങൾ ക്ഷേത്രനടയിൽ ദേവിക്ക് സമർപ്പിക്കുന്നു. തുടർന്ന് രാത്രിയിൽ തിരുവർക്കാട്ട് ഭഗവതിയുടെ തെയ്യക്കോലങ്ങൾക്കൊപ്പം കലശമെഴുന്നള്ളത്തും നടക്കുന്നതോടെയാണ് ചടങ്ങുകൾക്ക് പൂർണ്ണതയാവുക. ജ്വലിക്കുന്ന വിശ്വാസത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും നേർക്കാഴ്ചയായി മാറിയ അഷ്ടമച്ചാൽ ഭഗവതി ക്ഷേത്രത്തിലെ ഈ മീനമൃത് ഇത്തവണയും ഭക്തമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവമായി മാറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.